ഈ SSLC ഫിസിക്സിൻ്റെ കുറേ ഫോർമുലയുണ്ട്. ഫോർമുല ബേസ്ഡ് കുറേ ചോദ്യങ്ങൾ പരീക്ഷ ചോദിക്കാറുണ്ട്. പരീക്ഷ ടഫായി വരികയാണെങ്കിൽ എന്തായാലും കൂടുതൽ ഫോർമുല ബേസ്ഡുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ട്, സാർ ഈ കുറേ ഫോർമുല ഓരോരോ ചാപ്റ്റർ ഓരോ സ്ഥലത്തൊക്കെ കിടപ്പുള്ളത്, അതെല്ലാം കൂടെ പിടിച്ചിട്ട് ഒറ്റ സ്ഥലത്തായി കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് നിങ്ങൾ കുറേ കുട്ടികൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് മക്കളെ ഇത്. അതായത് എല്ലാ നിങ്ങൾക്ക് പഠിക്കാനുള്ള SSLC ഫിസിക്സിലെ ഫോർമുലയും ഒരൊറ്റ PDF ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോവുകയാണ്. ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ആ ഫോർമുല എന്തൊക്കെയാണെന്നുള്ള എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം, വേണേൽ ശ്രദ്ധിച്ചിരുന്ന് കാണാം. ഓൾറെഡി ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഫോർമുല മാത്രമേ വേണ്ടുള്ളൂ എങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ PDF ഫോണിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്താം, എന്നിട്ട് ബൈ ഹാർട്ട് പഠിക്കാം. ഓക്കെ, റെഡി. ജസ്റ്റ് പറഞ്ഞു പോവാം. ഹീറ്റിൻ്റെ 3 ഫോർമുലയാണുള്ളത്: I²RT, V²/RT, VIT. എന്തായാലും പരീക്ഷയിൽ ഇത് ബേസ്ഡ് ആയിട്ട് ചോദ്യം വന്നിരിക്കും. പവറിൻ്റെ ഫോർമുലയുണ്ട്, ഒന്നുമില്ല, ഈ T എടുത്ത് കളഞ്ഞാൽ മതി. നോക്കിക്കേ, I²R T ഇല്ല, V²/R T ഇല്ല, VI T ഇല്ല. അപ്പോൾ പവറും ഹീറ്റും വളരെ സിമ്പിളാണ് ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിച്ചു വെക്കുക, എന്തായാലും വരും. പിന്നെ സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല R1 + R2, മൂന്നാമതൊരാളുണ്ടെങ്കിൽ +R3, അങ്ങനെ പോവാം. പാരലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല 1/R എഫക്റ്റീവ് = 1/R1 + 1/R2 + മൂന്നാമത്തെ ആളുണ്ടെങ്കിൽ 1/R3 + 1/R4, അങ്ങനെ 1/1/1 പോകും. ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ടാവും, പഠിക്കാം നിങ്ങൾക്ക്. R എഫക്റ്റീവിൻ്റെ ഫോർമുല നേരെ, ഓക്കെ, 2 പേര് മാത്രമേ ഉള്ളെങ്കിൽ R1 R2 / R1 + R2 ആണ്. പക്ഷെ 2 പേർക്ക് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. R1 R2 / R1 + R2 2 പേർക്ക് മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, അത്രയും പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇക്വേഷനും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ ഉള്ള മൂന്നാമത്തെ ചാപ്റ്ററിലാണ്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഇതാണ്, പക്ഷേ അഡീഷണൽ ഇക്വേഷൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. അതും കൂടെ ഞാനിവിടെ സൈഡിൽ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന PDF ഉണ്ടാവുന്നതായിരിക്കും, പേടിക്കേണ്ട ആവശ്യമൊന്നില്ല. വർക്ക് = Q × V ആണ് വർക്കിൻ്റെ. വല്ലപ്പോഴും ചോദിക്കുകയാണോ എഴുതി വെക്കുക. പിന്നെ ഡയറക്റ്റ് ചോദിക്കാൻ ചാൻസ് കുറവാണെങ്കിലും ഇതൊന്ന് പഠിച്ചു വെച്ചു. I = Q/T, പിന്നെ മൂന്നാമത് V = I × R. അഡീഷണൽ ഫോർമുലയാണ്. പിന്നെ ഞാൻ എഴുതിയിരിക്കുന്ന അവസാനത്തെ ഫോർമുല R എഫക്റ്റീവ് = R1 R2 / R1 + R2. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇത് അഡീഷണൽ എന്ന രീതിയിൽ പഠിച്ചു വെച്ചേക്കാം, ബുദ്ധിമുട്ടില്ല. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇക്വേഷൻ കാര്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ളത് മൂന്നാമത്തെ ചാപ്റ്ററിലാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയിട്ട് എന്തായാലും ചോദ്യം വരും. അതിൽ പഠിച്ചിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് മക്കളെ? Vp/Vs = NP/Ns. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, ചുറ്റുകളുടെ എണ്ണം. P മുകളിൽ വന്നാൽ P മുകളിൽ വരും, അങ്ങനെ ഓർത്താൽ മതി. S താഴെ വന്നാൽ ഇവിടെ S താഴെ വരും, അത്രേ ഉള്ളൂ. നേരെ തിരിച്ചു എഴുതാൻ വേണം ഇതിനെ. അതായത് VS മുകളിലും VP താഴെ എഴുതിയാൽ ഒരു കുഴപ്പമില്ല, അവിടെ അങ്ങനെ തന്നെ വരണമെന്നേ ഉള്ളൂ. അതായത് S ഉണ്ടെങ്കിൽ അവിടെയും NS വരണം, താഴെ P ആണെങ്കിൽ NP വരണം, അത്രേ ഉള്ളൂ. ആ സംഭവം അങ്ങോട്ടും കൂടെ മാച്ച് ആയിരിക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും ചോദ്യം വരും. ഓക്കെ, പിന്നെ കറണ്ടിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ കറണ്ടിന് ഒന്നെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഓർത്ത് വെക്കാം. പവർ = VP/IP = VS/IS. പല കുട്ടികളും ഓരോ രീതിയിലായിരിക്കും പഠിക്കുക. ചിലവർ ഇങ്ങനെ ആയിരിക്കും പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ചില സ്കൂളിൽ ഇങ്ങനെ ആയിരിക്കും പഠിപ്പിക്കുക. എങ്ങനെ പഠിപ്പിച്ചാൽ സെയിം ഫോർമുല സാർ ഇങ്ങനെ സെയിം ആവാ? ആലോചിച്ച് നോക്ക്, VP/IP = VS/IS അല്ലേ? ഈ IP കൊണ്ട് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ VP/IP, VS കൊണ്ടുപോകുമ്പോൾ അപ്പോൾ VS/IS, രണ്ട് ഈക്വൽ ആണല്ലേ? അപ്പോൾ എങ്ങനെ വേണേൽ പഠിക്കുക, ഇറ്റ് ഇസ് ഓക്കെ. നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, അങ്ങനെ പഠിച്ച പ്രശ്നമില്ല. പവറിൻ്റെ ഫോർമുലയാണ് പഠിച്ചു ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുക. അവിടെ എഴുതിയിട്ടുണ്ട് സാറിൻ്റെ ഒരു കാര്യം. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ള ഫോർമുല, വേറെ ഫോർമുല ഒന്നുമില്ല. അതായത് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഓരോ ഡിവൈസ് വരും. ഒരു ഫ്രിഡ്ജ് ഉണ്ട്, 10 വാട്ടാണ്, അത് 2 മണിക്കൂർ വർക്ക് ചെയ്തു. അപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്ന എനർജി എത്രയായിരിക്കും? അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പവർ വാട്ട്സിൽ ഇട്ട് കൊടുക്കുക. 10 വാട്ടാണ് 10 വാട്ട്, 500 വാട്ടാണ് 500 വാട്ട് ഇട്ട് കൊടുക്കുക. ടൈം അവേഴ്സിൽ ഇട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 3 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 തന്നെ ഇട്ട് കൊടുത്താൽ മതി. കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ. /1000 ചെയ്യുക, എനർജി കിട്ടും. എനർജി കിട്ടുന്ന എന്ത് യൂണിറ്റിലായിരിക്കും? ജൂൾസിലല്ല കിട്ടുക, kWh/ലായിരിക്കും. ഈ ഫോർമുല ഉപയോഗിച്ചാൽ kW. അത് തന്നെയാണ് വേണ്ടത് ആൻസറിൽ. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചിട്ട് ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഈ ഫോർമുല പഠിക്കുക. നാലാമത്തെ ചാപ്റ്ററിൽ മിറർ ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല. 1/F = 1/V + 1/U. ഇതിന് വേറൊരു ഫോർമാറ്റ് ഉണ്ട്, F = UV/U+V. ഇതും കൂടി പഠിച്ചു. F നേരെ കണ്ടുപിടിക്കണം, ഇത് ഉപയോഗിക്കുക. അല്ലാതെ VO UO കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിക്കണം, ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. പിന്നെ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുലയാണ് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ മിററിൻ്റെ കേസിൽ എന്തായിരിക്കും? -V/U ഈക്വൽ ആയിരിക്കും, -V/U. ഓക്കെ, പിന്നെ മൾട്ടിപ്പിൾ ഇമേജ് വന്നു കഴിഞ്ഞാലുള്ള ഫോർമുല ഉപയോഗിക്കുകയാണ് N = 360 / θ-1. പരീക്ഷയിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. 2 മിറേഴ്സ് 30 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. എത്ര ഇമേജ് ഉണ്ടാവും? 360 / 30 ഡിഗ്രി -1 എത്രയാണോ വരിക, അതാണ് ആൻസർ വരിക, അത്രേ ഉള്ളൂ. വേറെ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഉള്ള 5ാമത്തെ ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ എന്നിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുല പഠിക്കണം. N = C/V. പരീക്ഷയിൽ ചോദിക്കും, ഒരു മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് V = 2 × 10⁸ ആണ്. അങ്ങനെയാണ് അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്?
ഇതിട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. സാർ വി എന്ന് പറഞ്ഞാൽ അവർ തരും, സി അവർ തരുമോ? തരാതിരിക്കാം, തന്നാലും തന്നില്ലല്ലോ നിങ്ങൾ പഠിച്ചു വെച്ചോ. സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്, 3 × 10⁸ m/s ആണ്. മറ്റേത് അവർ തരും. അപ്പോൾ ഇട്ട് കൊടുക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരും. ഇനി 2 മീഡിയത്തിൻ്റെ 2ഉം 1 എന്ന് പറഞ്ഞാൽ 2 മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പയർ ചെയ്യുന്ന ചോദ്യം വരാം. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആപേക്ഷിക അപവർത്തനാങ്കം എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ ചോദിക്കുകയാണ് ഇത്രയുള്ള സംഭവം വരിക. ഈ ഫോർമുല പഠിച്ചു ആദ്യം. N2/N1 = V2/V1 അല്ല, V1/V2 ആണ്, നേരെ തിരിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും തരിക. ഇപ്പോൾ N2 ഒരു ഗ്ലാസിൻ്റെ വലിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്, വാട്ടറിൻ്റെ N1 1.33 ആണ്. അവർ പറയും ഇപ്പോൾ വാട്ടറിന് ഇത് 1 വാട്ടർ അല്ല, വാട്ടറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇത്രയാണ്, ഒരു നമ്പർ തരും. അങ്ങനെയാണെങ്കിൽ മറ്റേ ഗ്ലാസിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇതിട്ട് കൊടുക്കുക അല്ല ഇതിട്ട് കൊടുക്കുക, ഇത് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലായി? 3 എണ്ണം തരും, ഇതിൽ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയാണ് ചോദ്യം വരിക. റെയർ ചോദ്യമാണ്, എന്നാലും പഠിച്ചു വെച്ചേക്കുക. ഫോർമുല എങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ ചോദ്യത്തിൽ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ 1 മാർക്ക് കിട്ടില്ലേ. ബാക്കി ചെയ്യാൻ പറ്റുന്നതൊക്കെ അത്ര ചെയ്യാം. പഠിക്കാത്തവരോടാണ് പറയുന്നത് കേട്ടോ. പിന്നെ ലെൻസ് ഫോർമുല, മിറർ ഫോർമുല തന്നെ, അവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ എഫിൻ്റെ മറ്റേ ഫോർമുല, എക്സ്ട്രാ ഫോർമുല, അവിടെ F = UV/U + V ആയിരുന്നു, ഇവിടെ U - V ആണ്, അത്രേ ഉള്ളൂ. അവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആണ്. അതുപോലെ മാഗ്നിഫിക്കേഷൻ ഫോർമുല സിമിലർ ആണ്, HI/HO തന്നെയാണ്. അവിടെ -V/U ആയിരുന്നു, ഇവിടെ വെറും V/U ആണ്. നോക്കിക്കേ, ഇവിടെ -V/U ആയിരുന്നു, ഇവിടെ വെറും V/U ആണ്, +V/U ആണ്. പഠിച്ചു. പിന്നെ പവറിൻ്റെ ഫോർമുല പഠിച്ചു. 1/F ആണ്, താഴെ കാണുന്നുണ്ടോ? 1/F. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 6ാം ചാപ്റ്ററിൽ ഫോർമുലയൊന്നുമില്ല, 7ാമത്തെ ചാപ്റ്ററിൽ ഫോർമുലയൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കണമെങ്കിൽ ലൈവിൽ വരിക. അപ്പോൾ അതിൽ ഫുൾ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും, എല്ലാം ഉപയോഗിച്ചിട്ട്. പക്ഷേ ബേസിക് ഫോർമുല പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് എഴുതി വെക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. മനസ്സിലായി? ഇപ്പോൾ വേറെ എന്തെങ്കിലും ചോദ്യമാണെങ്കിലും ഇത് എഴുതി വെച്ചാൽ എന്തെങ്കിലും മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കാണാം. പിന്നെ അതിന് മാത്രം നിർത്തരുത്, ലൈവിൽ വന്നിട്ട് ബാക്കി എല്ലാവരും പഠിക്കുകയും ചെയ്യാം. ഇത് യൂസ്ഫുൾ ആണ്. എല്ലാ ഫ്രണ്ട്സിനും ഇതിൻ്റെ PDF ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും തകർത്ത് പഠിക്കാൻ. അതിന് ലൈവിൽ വരണേ, എന്നാലും ഇതൊക്കെ നടക്കുള്ളൂ. ഫുൾ മാർക്കും A+ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ലൈവിൽ വരണം, അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ല. റെഡി? അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.